ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 2:55 ഞങ്ങൾ റെഡി ആവുന്നിട്ട് വെളുപ്പാങ്കാലത്താണ്. അപ്പോൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുക്കിയിട്ടാണ് കിടത്തി ഉറക്കിയിരുന്നത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ അനക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന റൂം അടച്ചിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചിരിക്കില്ല എന്നെല്ലാവരും പറയണ. ഞാൻ ഇങ്ങനെ ആ പ്രാവശ്യം കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുക്കുമ്പോൾ അപ്പോൾ ഒന്നൊരു ചിരിവാസാക്കിയിട്ട് പോണതാട്ടോ. ഞാൻ ആർക്കൊരു കംപ്ലയിൻറ്റ് വേണ്ടോന്നും പറഞ്ഞിട്ട്. അപ്പോൾ എയർപോർട്ടിലേക്ക് എന്താ പോകണമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഐതി വരുന്നുണ്ട്. ഐതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയൻ്റെ മോനാണ്. ഞങ്ങളുടെ നേരെ മോളിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അനിയൻ്റെ മോൻ അവന് എക്സാം എഴുതാൻ വേണ്ടി നാട്ടിൽ പോയിക്കായിരുന്നു. അപ്പോൾ അവനും പിന്നെ അനിയത്തിയുടെ പാപ്പയും വരുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത്. അവരൊരുമിച്ചാണ് പോയതും. അപ്പോൾ അവൻ എക്സാമൊക്കെ എഴുതി പാസ്സായി. ഇപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ അഡ്മിഷനൊക്കെ എടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ തൊട്ട് മുന്നായിട്ട് സഫ്നേസിനും പോയിട്ടുണ്ട്. കാരണം പാരൻസ് ഇല്ലാണ്ട് വന്നാരം കൊണ്ട് അവർക്ക് എന്തോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകണം. അപ്പോൾ ഇപ്പോഴും ഞാൻ ഈ കാർ നോക്കട്ടെ. ഈ കാർ എന്തോ ഷോറൂമിൽ വെച്ച പോലെ ഉണ്ട്. കാർ എപ്പോഴും എടുത്തിട്ടുണ്ടാവും. അതെങ്ങനത് പാർക്ക് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എപ്പോഴും ഞാൻ നോക്കുമ്പോൾ ആ ഒരു ഭംഗിയിൽ ഷോറൂമിലൊക്കെ കാർ ഇരിക്കില്ലേ, അതുപോലെ കാണും. അപ്പോൾ ഞങ്ങളത് അവിടെ മൂടിയിട്ട് ഞാൻ പോകണതിൻ്റെ കാരണം വെച്ചാൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ മൂടിയിട്ടൊക്കെയാണ്. അതാണ് ഞാൻ ചിരിച്ചത്. കാരണം ഫ്രണ്ട് സീറ്റിലേക്ക് ഇരിക്കൽ കുറവാണ്. കണ്ടു കേസ് രാത്രികൾ വരുമ്പോഴുള്ള വഴികൾ വയനാട് ചുരം പോലെയാണ് കേസ്. അത് മധുരത്തിനല്ലേ? എവിടെ പോണമ്മ? എവിടെ പോണ്? ഐതിനെടുക്കാൻ പോണെന്നറാ പോണ്. ഐതിനെടുക്കാൻ പോണെന്നറാ. ചിരിച്ചപ്പോഴേ ചിരിച്ചേ ചിരിച്ചപ്പോഴും എൻ്റെ ചിരി കുറച്ച് ബോറായി എനിക്ക് മനസ്സിലായി. പക്ഷേ ആളെ ഉഷാറാക്കിയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വാശിയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളെന്തും ചെയ്യുമല്ലോ അവർ വാശി വരാതിരിക്കാൻ. അപ്പോൾ എൻ്റെ ഓപ്ഷൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല നല്ല കമൻറ്റ് വരുന്ന എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ഞാൻ ആളെ സെറ്റാക്കിയത് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമ്മൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെ എത്തി തൊട്ട് പിന്നാലെ ഉണ്ടോ എന്നറിയും. അപ്പോൾ ഞങ്ങൾ തൊട്ട് പിന്നാലെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കോളും കാലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഉറക്കത്തിന് എണീറ്റിട്ട് എന്ത് ചെയ്യും, എന്താണ് എവിടേക്കാണ് പോകണേ ഒന്നറിയില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ വിചാരിക്കും അബുഡിനെല്ലാം അറിയാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവന് ഐതിനെ അറിയാം. എനിക്ക് ഐതിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവൻ ഐതിന്ന് വിളിക്കും. പക്ഷെ കേട്ടാ വോയിസോട് കൊടുക്കുമ്പോൾ അവൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഐതിനെ കാണാം എന്നുള്ള ആൾ വിചാരിച്ചിട്ടും കൂടിയില്ല. അതറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ ഐതിനെ കണ്ടാൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ. എനിക്ക് എയർപോർട്ടിലെ റോഡാണ് മനസ്സിലാവണം. എൻ്റെ മെയിൻ കാരണം ഒന്ന് ഡി എച്ച് എൽ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഒന്ന് ലൈറ്റുകളുടെ ഒരു ആർച്ച് ഉണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് എനിക്ക് പറയാറുണ്ട് എൻ്റെ കഥ. ആ ബിൽഡിങ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എയർപോർട്ടാണ്. അത് നമ്മുടെ ഈ അവിടുത്തെ ഖത്തറിലെ രാജാവും അവരൊക്കെ കുടുംബക്കാർക്ക് പോകാനുള്ള എയർപോർട്ടാണ് അത്. അങ്ങനെ എന്തൊക്കെയോ എനിക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിയിൽ എത്തിയാണ്. മുകളിൽ ഇതാണ് ഡിപ്പാർച്ചറാണ്. അറൈവലിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗേറ്റ് നമ്പർ 3 ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗേറ്റ് നമ്പർ 3 പോകുമ്പോൾ അവർ കണ്ടില്ല, അവർ കാറും കണ്ടില്ല, സഫ്നാനെയും കണ്ടില്ല. അപ്പോൾ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തപ്പോൾ ഗേറ്റ് നമ്പർ 4 ഉണ്ടാവും എന്ന് പറഞ്ഞു. ഗേറ്റ് നമ്പർ അല്ല കേട്ടോ, സോറി, ആർച്ച്. ആ ഒരു പില്ലർ കണ്ടോ, ആ പില്ലർ 4 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 3 എത്തിയപ്പോൾ അവർ കണ്ടില്ല. അപ്പോൾ 4 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. പറഞ്ഞത് എന്നിട്ട് അവിടെ കാണില്ലല്ലോ. ആനദ്ദു ബാബിയാണ് നിൽക്കണോളോടെ. അവിടെ പില്ലർ 4ൻ്റെ അവിടെ തന്നെ സഫ്ന നിൽക്കുന്നുണ്ട്. അബ്ദു ആരനദ്ദു ആരത് ആരത് ആരത്
ആരത് ഏ ആരത് ആരത് വാപ്പി ആരത് യൂട്യൂബിലിടട്ടെ എനിക്കറിയാം എന്നെ കണ്ടുകൊണ്ട് കുറേ എണ്ണിട്ടത് ഞാൻ കണ്ടത് എന്നാണ് ഞാൻ കാണാറുള്ളത്. ഉമ്മ കൊടുത്തേ ആദ്യക്കൊരു ഉമ്മ കൊടുത്തേ ആദ്യക്കൊരു ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുക്ക് ആയിക്കോട്ടാ. കണ്ണത് കണ്ണാടിച്ച് അസ്സലാമലൈക്കും. అప్పుడు ఉండాలా సేవ్ సేవ్ ഇവന്റെ മൂട്ടി വിളിച്ചു കൂടി അതേപോലെ തന്നെ എടുത്തിട്ടില്ല. അപ്പോൾ അതേ ബഹളങ്ങളെല്ലാം കേട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര സൗണ്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പിക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിക്കപ്പിലാണ് അവിടെ ലഗേജൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞപ്പോൾ ചോദ്യം വരുന്ന പെന്നെയും അബ്ദുനെയും കാറി കയറ്റി ഗൈസ്. ഐദ്യ അബ്ദു ഐദ്യ ഐദ്യനെ കണ്ടപ്പോൾ ഐദ്യ വരുന്നതൊന്നും ഞങ്ങൾ മിണ്ടിയില്ല. ഇപ്പം ഈ വന്യ വഴിക്കിട്ട അല്ലാണ്ട് അതൊന്നും അറിയാനായിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ ഐദ്യനെ കണ്ടപ്പോൾ സന്തോഷം കാണണം. ഐദ്യ താൻ പോയിന്ന് പറഞ്ഞ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഐദ്യനെ പിക്ക് ചെയ്തു. ഐദ്യയും ലഗേജൊക്കെ പിക്കപ്പിലായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മളെ വണ്ടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ചായ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനി 2:55 എന്ന് പറഞ്ഞാലും 3:45 എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഹോട്ട് ആൻഡ് കൂൾ നമ്മൾ അടുത്ത് തന്നെയുള്ള ഹോട്ട് ആൻഡ് കൂളിൽ ചായ അടിക്കാൻ ഇതായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അക്കരെ നിന്ന് ഇക്കരയിലേക്ക് ഐദ്യനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പുതുമ മാറിയിട്ടില്ലല്ലോ. അപ്പോൾ ഐദ്യ വന്നെടുക്കുന്നത് വരെയും അവൻ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കുന്നു കേട്ടോ. ഐദ്യ വന്നെടുത്തപ്പോഴാണ് അവനിക്ക് സമാധാനമായത്. അപ്പം നമ്മളെല്ലാവരും ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വിചാരിച്ച്. പിന്നെ ഫതൂനെയും ഐശാനും ഇതിൽ കാണുന്നില്ല. രണ്ടെണ്ണവും നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ പൂട്ടിട്ടിട്ടാണ് പോകുന്നത്. കാരണം അവരെ വിളിച്ചെണീക്കില്ല എന്തായാലും. പിന്നെ ഐദ്യ നമ്മളെ കൂടെ ഇട്ടിരുന്നത്. അവൻ സമ്മതിച്ചില്ല. നമ്മൾ വീടെത്തി. പിന്നെന്ന് പറയാനായിട്ട് വിശേഷങ്ങൾ പറച്ചിലായിരുന്നു. അവൻ എന്താണ് എങ്ങനെയാണ് അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. പിന്നെ എന്താ പറയുക, നമ്മളെ ലഗേജും കാര്യങ്ങളെല്ലാവരും കയറ്റുകയാണ്. അത് റൂമിലേക്കാണ് കയറ്റുന്നത്. അപ്പോൾ അതെല്ലാം കയറ്റി കഴിഞ്ഞ് ഫതുവും ഐശാനും ഒരുമിച്ചൊക്കെ എടുത്തിരുന്നത്. കാരണം എന്താ പറയുക, രണ്ടാൾ ഒരുമിച്ച് എടുത്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ മുകളിലേക്ക് പോയി. പിന്നെ പൊട്ടിക്കലായി. ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കൽ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇരുന്ന് അതൊക്കെ അടുത്ത വീഡിയോസിലായിരിക്കും ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. ഇലയുടെയും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം. കാരണം ഇലയട, പിന്നെ നാട്ടിലെ മീൻകറി, അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് അതൊക്കെ നല്ലത്. ഇങ്ങനെ വരുന്ന വഴി അങ്ങോട്ട് പറയാം. അതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നാൽ ബൈ ബൈ.